പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളെ എടുത്തുകൊണ്ട് സത്യം ചെയ്യുകയാ. പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളെ എടുത്തുകൊണ്ട് സത്യം ചെയ്യുകയാ സഹോദരങ്ങളെ. ലോകത്തിന്റെ മുമ്പിൽ നമ്മുടെ ഭാരത രാജ്യം നെഞ്ചുറപ്പോടെ, കരുത്തോടെ, യശസ്സോടെ, അന്തസ്സോടെ ഉയർന്നു നിൽക്കുന്ന സമയമാ. മംഗളയാൻ എന്ന് പറയുന്ന പേടകത്തെ സഹോദരങ്ങളെ 40 കോടി കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള ചൊവ്വ ഗ്രഹത്തിലേക്ക്, ചുവന്ന ഗ്രഹത്തിലേക്ക് 450 കോടി രൂപ മുടക്കിയിട്ട് പറന്നുവിട്ട മംഗളയാനുണ്ടല്ലോ. ആ മംഗളയാൻ ആദ്യ പരീക്ഷണത്തിൽ തന്നെ വിജയിച്ച ലോകത്തിന്റെ നെറുകയിലുള്ള ഏകരാജ്യം നമ്മുടെ രാജ്യമായ ഇന്ത്യ. നമ്മൾ ഈ രാജ്യക്കാരാ, നമുക്ക് അഭിമാനിക്കാം. അല്ലാഹു ഖൈർ നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ അവിടെ കാലുകുത്തിയിട്ടുള്ള രാജ്യങ്ങളിൽ 4ാം സ്ഥാനവും ഇന്ത്യ കൊണ്ട് മറന്നു പോകണ്ട. ഞാനൊന്ന് പറയുന്നു, ഇത്രത്തോളം ടെക്നോളജി ഡെവലപ്മെന്റുകൾ ലോകവ്യാപകമായി, രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ സത്യം ചെയ്യുന്നത് ഏതാണ്? ആദ്യമായിട്ട് പടച്ചവൻ എടുക്കുന്ന വസ്തു ഏതാണെന്നറിയുമോ? 15 കോടി കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള 15 കോടി കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള സൂര്യനുണ്ടല്ലോ, നമുക്ക് പ്രകാശം തന്നുകൊണ്ടിരിക്കുന്ന സൂര്യനുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വശംസി വളുഹാഹാ വശംസി വളുഹാഹാ വശംസി വളുഹാഹാ വൽഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ശാഹാ വസമാഇ വമാ ബനാഹാ വല്ലർളി വമാ തഹാഹാ വനഫ്സിൻ വമാ സവ്വാഹാ فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها. അള്ളാന്റെ ഖുർആന 15 നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ടായിട്ടും ഒരു വള്ളി വിസർഗ വ്യതിയാന വ്യത്യാസമില്ലാതെ മാലോകരം മുഴുവനും വിജ്ഞാനത്തിന്റെ വിസ്ഫോടനങ്ങളിലേക്ക്, പെരുമാറിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധമായ ഖുർആനുണ്ടല്ലോ. ഒരാശയം പോലും ഇന്നുവരെയും തിരുത്തേണ്ടി വന്നിട്ടില്ലല്ലോ. ഒരാദർശത്തിന് പോലും മാറ്റമില്ലല്ലോ. ഒരു വള്ളിയോ പുള്ളിയോ പൊട്ടോ പൊടിയോ പോലും ഒന്ന് മാറ്റി തിരുത്തേണ്ടി വന്നിട്ടില്ലാത്ത ലോകത്തിന്റെ നെറുകയിൽ ഇത്രത്തോളം അത്ഭുതമായ മറ്റൊരു ഗന്ധമില്ല സഹോദരങ്ങള്. കാരണം ഒരു കണ്ണട പോലും കണ്ടുപിടിച്ചിട്ടില്ലാത്ത പരിഷ്കൃതമായ കൂട്ടക്കാര് ജീവിച്ചിരുന്ന ആ കാലത്തിൽ ഇറങ്ങിയ വിശുദ്ധമായ ഖുർആനുണ്ടല്ലോ. ഇപ്പോൾ മനുഷ്യരതാ ചൊവ്വയിൽ പാർക്കാനുള്ള പാർപ്പിടമൊരുക്കുമ്പോ ഇക്കാലത്തും യശസ്സോടെ, അന്തസ്സോടെ അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുകയാ, ഇതുപോലൊന്ന് കൊണ്ടുവരാൻ നിങ്ങൾക്കാർക്കെങ്കിലും കഴിവുണ്ടോ? ഇതിനപ്പുറമൊന്ന് കൊണ്ടുവരാൻ കഴിവുണ്ടോ? ഒരു ആയത്തിനെ കൊണ്ടുവരാൻ കഴിവുണ്ടോ? ഒരു സൂത്രത്തെ കൊണ്ടുവരാൻ കഴിവുണ്ടോ? ഒരു ആയത്തിന്റെ സകലത്തെയെങ്കിലും കൊണ്ടുവരാൻ കഴിവുണ്ടോ? അങ്ങനെയുള്ള ഖുർആനാ സത്യം ചെയ്യുന്നത്. വശംസി വളുഹാഹാ 15 കോടി കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് പ്രകാശം തന്നുകൊണ്ടിരിക്കുന്ന സൂര്യനെ തന്നെയാണ് സത്യം. വളുഹാഹാ അതിന്റെ ളുഹാ സമയത്തെ തന്നെയാണ് സത്യം. വൽഖമരി ഇദാ തലാഹാ 4 ലക്ഷം കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന ചന്ദ്രനെ തന്നെയാണ് സത്യം. വൽഖമരി ഇദാ തലാഹാ ആ സൂര്യനങ്ങ് പോയി മറന്നാൽ ഭൂനിലാവ് പിടിച്ച് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന പൂർണ്ണേന്ദുവിനെ തന്നെയാണ് സത്യം. വന്നഹാരി ഇദാ ജല്ലാഹാ ഒന്ന് ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ. അല്ലാഹു ഇത്രയും വലിയ അത്ഭുതങ്ങളെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് ഏത് പോയിന്റിലേക്കാ കടന്നു വരുന്നത്? വന്നഹാരി ഇദാ ജല്ലാഹാ 8 മിനിറ്റ് കൊണ്ട് സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് പ്രകാശമെത്തുന്നുണ്ടല്ലോ. ആ പ്രകാശത്തെ തന്നെയാണ് സത്യം. ആ പ്രകാശത്തെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ യഗ്ശാഹാ ആ സൂര്യനങ്ങ് മാറുമ്പോൾ അതിന്റെ പ്രകാശമങ്ങ് മൂടപ്പെടുമ്പോൾ അവിടെയുണ്ടാകുന്ന ഇരുളുണ്ടല്ലോ. ആ ഇരുളിനെ തന്നെയാണ് സത്യം. ആ ഇരുളിനെ തന്നെയാണ് സത്യം. വസമായി വമാ ബനാഹാ ആകാശം എന്ന് പറയുന്ന മേലാപ്പം അതിന്റെ എടുപ്പുണ്ടല്ലോ, അതിന്റെ ക്രിയേഷൻ ഉണ്ടല്ലോ, അതിന്റെ രീതിയെ തന്നെയാണ് സത്യം. അല്ലാഹു സത്യം ചെയ്യുകയാ. വൽഅർളി വമാ ത്വഹാഹാ പ്രവിശാലമായ ഭൂഗോളമുണ്ടല്ലോ, അതിന്റെ രീതിയുണ്ടല്ലോ, അതിന്റെ പരപ്പുണ്ടല്ലോ, അതിനെ തന്നെയാണ് സത്യം. പോരാ വനഫ്സിൻ വമാ സവ്വാഹാ അല്ലാഹു സത്യം ചെയ്തു പറയുകയാ. ആത്മാവിനെ തന്നെയാണ് സത്യം. ആത്മാവിനെ തന്നെയാണ് സത്യം.
ആത്മാവിനെ തന്നെയാണ് സത്യം. വമാ സവ്വാഹ, അതിനെ ചൊവ്വാക്കിയ ഒന്നിനെ തന്നെയാണ് സത്യം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിനെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്യുമ്പോൾ മഹാത്ഭുതമാണ് ആത്മാവ്. ഇന്ന് വരെയും പല കണ്ടുപിടുത്തങ്ങളും ശരീരത്തിന്റെ ഉള്ളിലും പുറത്തും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പല പ്രവർത്തനത്തെക്കുറിച്ച് ശാസ്ത്രമിതാ മെഡിക്കൽ സയൻസ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ടെങ്കിലും പല രോഗങ്ങളെയും കണ്ടുപിടിക്കുന്നുണ്ടെങ്കിലും ഇന്നത്തെ ന്യൂസിൽ തന്നെ നമ്മൾ അറിഞ്ഞതെന്താ? എയ്ഡ്സ് എന്ന് പറഞ്ഞ ഏതാണ്ട് 7 കോടിയിലധികം വരുന്ന ജനങ്ങളെ പിടികൂടിയിട്ടുള്ള എയ്ഡ്സ് രോഗമുണ്ടല്ലോ, അതിന്റെ പ്രഭവ കേന്ദ്രം കണ്ടുപിടിച്ച ശാസ്ത്രമുണ്ടല്ലോ. അങ്ങനെ വലിയ മഹാത്ഭുതങ്ങളും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രമുണ്ടല്ലോ. ഞാനൊന്ന് ചോദിക്കുന്നു, ആ ആത്മാവ് ഇന്ന് വരെയും അതിന്റെ രീതി പറയാൻ, ആത്മാവിന്റെ നിറം പറയാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? അതിന്റെ വണ്ണ വലിപ്പത്തെക്കുറിച്ച് പറയാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു എക്സ്റേയിലോ സ്കാനിങ്ങിലോ ഏതെങ്കിലും ഒരു സ്കാനിങ്ങിൽ ആത്മാവ് തെളിഞ്ഞിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, അതൊരിക്കലും തെളിഞ്ഞു വരൂല. അല്ലാഹു പറയും, ഖദ് അഫ്ലഹ മൻ സക്കാഹ, ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആ ആത്മാവിനെ പരിശുദ്ധപ്പെടുത്തിയവൻ വിജയിച്ചു കേട്ടോ. ആ ആത്മാവിനെ ശ്രദ്ധിച്ചവൻ വിജയിച്ചു കേട്ടോ. ആ ആത്മാവിന്റെ പ്രവർത്തനങ്ങളുമായി ആത്മീയ വിഭവങ്ങളുമായി ബന്ധപ്പെട്ടവൻ വിജയം കൈവരിച്ചു കേട്ടോ. വഖദ് ഖാബ മൻ ദസാ. ആത്മാവിനെ മലീമസപ്പെടുത്തിയവൻ, ആത്മീയമായ രംഗങ്ങളിൽ അഭിരുചി കൈവരിക്കാത്തവൻ, ആത്മീയമായ ഗ്രന്ഥവുമായി പരിചയമില്ലാത്തവൻ, ആത്മീയമായ വിഷയങ്ങളുമായി പരിചയമില്ലാത്തവൻ, ആത്മീയമായ നേതൃത്വവുമായി പരിചയമില്ലാത്തവൻ, ആത്മീയമായ സംരംഭങ്ങളിൽ പുറംതിരിഞ്ഞു നിൽക്കുന്നവൻ, സഹോദര, അവൻ പരാജയപ്പെട്ടു പോകുമെന്ന് ഖുർആൻ പറയുകയാ. ഒന്നാലോചിക്കണേ, ആലോചിക്കണേ സഹോദരങ്ങളെ, ആലോചിക്കണേ. നമ്മുടെ ഖൽബിനെ കുറിച്ചൊന്ന് ചിന്തിക്കണേ. എന്തെല്ലാം ചിന്തകളാ മാറി മറന്നു പോകുന്നത്. നമ്മുടെ ഹൃദയാന്തരാളത്തിലുള്ള ലക്ഷ്യം എന്തൊക്കെയാ? ഈ ഭൂമി വെട്ടിപ്പടുക്കണമെന്നാണോ? ഈ ഭൂമിയിൽ പർവ്വത സമാനമായ രമ്യകർമ്മങ്ങൾ തീർക്കണമെന്നാണോ? അതോ ഇവിടെ അല്ലാഹുവിന്റെ പൊരുത്തത്തോടെ തമ്പുരാന്റെ തൃപ്തിയോടെ ജീവിച്ച് ഈ ഭൂമിയിൽ നിന്നും യഥാർത്ഥ ലോകത്തിലേക്ക് കടന്നു പോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് സന്തോഷത്തോടെ മരിക്കണമെന്നാണോ? പടച്ചവന്റെ സായൂജ്യം അനുഭവിച്ചു മരിക്കണമെന്നാണോ? അല്ലാഹുവിന്റെ സ്വർഗം കണ്ട് മരിക്കണമെന്നാണോ? തമ്പുരാന്റെ പുണ്യഗേഹം കണ്ട് മരിക്കണമെന്നാണോ? ആലോചിച്ചോ. തയ്യാറെടുക്കാനുള്ളവർ തയ്യാറെടുത്തോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ആ ഹൃദയാന്തരാളത്തിലുള്ള രോഗങ്ങളുണ്ടല്ലോ, അത് ചെറുതല്ല ചെറുതല്ല ചെറുതല്ല. എല്ലാ ജീവിതവും നഷ്ടപ്പെടുത്തുന്ന രോഗങ്ങളാ ഹൃദയാന്തരാളത്തിലുള്ള രോഗങ്ങൾ. അല്ലാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.